ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ലോക്സഭ, രാജ്യസഭ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിൽ പാർലമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടി ചേരുമ്പോഴാണ് പാർലമെന്റ് എന്ന് പറയുന്ന സംവിധാനമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാർലമെന്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു ദ ക്ലാസ്. പാർലമെന്റ്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ ആണോ? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്നത് പാർലമെന്റിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്നത്. ഈ പറയുന്ന പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദ്വിമണ്ഡല സഭ എന്ന് പറയുമ്പോൾ അവിടെ രാജ്യസഭയും ലോക്സഭയും കൂടി ചേരുന്നതാണ് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത്. രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയും കൂടി ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഈ ഒരു അധികാരം പാർലമെന്റിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. അപ്പോൾ പാർലമെന്റിന് ഈ അധികാരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നതും പാർലമെന്റ് പിരിച്ചുവിടുന്നതും ഒക്കെ ആരാണ്? പ്രസിഡന്റ് ആണ്, അതായത് രാഷ്ട്രപതിയാണ്. എന്നാൽ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. പക്ഷേ അദ്ദേഹം പാർലമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പാർലമെന്റിന്റെ ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, അതുപോലെ തന്നെ ബില്ലുകൾ അംഗീകരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ചുമതല നിർവഹിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രപതിയാണ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രപതി ആരുടെ ഭാഗമായി മാറുന്നു? പാർലമെന്റിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഇത് ഇത്രയും കൂടി ചേർന്നാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് വരുന്നത്. ഇനി പാർലമെന്റിന്റെ ചുമതലകളിൽ പെടുന്ന ഒന്നാണ് ഒരു ബില്ല് പാസ്സാകുക എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. പാസ്സായി അത് നിയമമായിട്ട് മാറുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ പാർലമെന്റിന്റെ ചുമതലകളിൽ പെടുന്ന ആ ഒരു ഫംഗ്ഷനെ പറ്റി നമുക്കൊന്ന് പറയാം. നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന ഒരു നിയമം നിർമ്മിക്കപ്പെടണമെങ്കിൽ, അതായത് നിയമനിർമ്മാണം നടക്കണമെങ്കിൽ പാർലമെന്റിന്റെ 2 സഭകളുണ്ട്. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഈ 2 സഭയുടെയും അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടക്കത്തുള്ളൂ. ലോക്സഭയിലോ രാജ്യസഭയിലോ ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം സമ്മേളിച്ച് ഈ പറയുന്ന നിയമനിർമ്മാണത്തിൽ പങ്കാളികളാകാനായിട്ട് പറ്റും. ഇന്ന സഭ ആദ്യം സമ്മേളിച്ച് ഒരു ബില്ലിന്റെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ച് ഈ പറയുന്ന നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുകയും ചെയ്യാം. ഒരു നിയമത്തിന്റെ കരട് രൂപമാണ് നമ്മൾ ബില്ല് എന്ന് പറയുന്നത്. ഒരു നിയമം, ആ നിയമത്തിന്റെ ഒരു കരടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സംക്ഷിപ്ത രൂപമാണ് ബില്ലായിട്ട് നമ്മൾ പറയുന്നത്. 2 സഭയിലും ഈ ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. അപ്പൊ ഘട്ടങ്ങളിലൂടെ നടന്ന് അതിന്റെ അഭിപ്രായ സ്വരൂപണം നടന്നിട്ടാണ് അവസാനം ഇതൊരു അന്തിമമായിട്ടുള്ള ഒരു ഒപ്പീനിയനിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് പ്രസിഡന്റ് അംഗീകരിക്കുകയും ഇത് ബില്ല് ഒരു നിയമമായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ബില്ല് എങ്ങനെയാണ് നിയമമായിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു ബില്ല്, അതായത് നിയമത്തിന്റെ ഒരു കരടാണ് ബില്ല്. അപ്പൊ അത് ബില്ലായിട്ടിരിക്കുമ്പോൾ അത് ബില്ലാണ്, വേറെ പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളുമില്ല. അപ്പൊ അത് ആ ബില്ല് നിയമമായിട്ട് മാറുമ്പോഴാണ്, അത് പ്രാബല്യത്തിൽ വരുമ്പോഴാണ് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ പാർലമെന്റിന്റെ അധികാരം അല്ലെങ്കിൽ ചുമതല എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോകസഭയും ഒരുപോലെ ഇൻവോൾവ്ഡ് ആണ്, അതുപോലെ രാഷ്ട്രപതി കൂടി ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ അത് നമുക്ക് പറയണം. അപ്പൊ നോക്കി, ഒരു ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ബില്ല് അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആ ബില്ല് ഒന്നാം സഭയിൽ അവതരിപ്പിക്കുന്നു. ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഭയിൽ ബില്ല് എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ബില്ല് അവതരിപ്പിക്കുന്നു. ആ സഭയിൽ, ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് 1, 2, 3 വായനകളിലൂടെ എന്ത് ചെയ്യാണ്? കടന്നു പോവുകയാണ്. അപ്പോൾ 1, 2, 3 വായനകളിലൂടെ കടന്നു പോകുന്നു. അത് ബില്ല് ഈ പറയുന്ന ലോക്സഭയാണെങ്കിൽ ആ സഭ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സഭയിലേക്ക് വരികയാണ്. അപ്പോൾ സഭയിൽ വരുന്നു. അവിടെയും ഈ പറയുന്ന 1, 2, 3 വായനകളിലൂടെ കടന്നു പോയിട്ട് 2 സഭകളും ഈ പറയുന്ന ബില്ല് അംഗീകരിക്കുകയും പിന്നീട് പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു നിയമമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒന്നാം വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ല് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു സഭയിൽ ഒന്നാമതായിട്ട് ആ ബില്ല് വായിക്കുക എന്ന് പറയുന്നത് അത് അവതരിപ്പിക്കുകയാണ്. എന്താണ്? ആ ബില്ലെന്ന് അവതരിപ്പിക്കുകയാണ്.
രണ്ടാം വായനയിൽ ഉദ്ദേശിക്കുന്നത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേക ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ അത് വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്യാം. അതായത് ആദ്യത്തെ വായന ജസ്റ്റ് അതിനെപ്പറ്റി പറയുന്നു എന്നാണ്. രണ്ടാമത്തെ വായനയിൽ അതിലുള്ള ഓരോ വകുപ്പുകളും പറയുന്നു. ആ വകുപ്പുകളിൽ എന്തെങ്കിലും പാസ്സാക്കാനുള്ളതാണെങ്കിൽ പാസ്സാക്കുക, അത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതിനെ നിരാകരിക്കാനുള്ള അവസരം ഉള്ളതാണ് രണ്ടാം വായനയിലൂടെ കിട്ടുന്നത്. മൂന്നാം വായന എന്ത് ചെയ്യുന്നുണ്ട്? ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് അതിനെ വേണ്ടാന്ന് വെക്കാം. അതാണ് മൂന്നാം വായനയിലൂടെ വരുത്തുന്നത്. രണ്ടാം വായനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, വേണ്ടാത്ത കാര്യം എടുത്തു കളയാം, വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വെക്കാം, അങ്ങനെയുള്ളതാണ് രണ്ടാം വായന. മൂന്നാം വായനയിൽ എന്ത് ചെയ്യുന്നു? ആ സഭ ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കാം, അല്ലെങ്കിൽ ബില്ലിനെ എന്ത് ചെയ്യാം? നിരാകരിക്കാം, എടുത്തു കളയാം. അതാണ് 1, 2, 3 വായന ഒരു സഭയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം സഭയിൽ ഈ 3 വായനകൾക്കും ശേഷം ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എന്താണ്? സഭയിലുള്ള അധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടു കൂടി അത് ബില്ല് രണ്ടാം സഭയിലേക്ക് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാം സഭയിലും ഈ പറഞ്ഞ പോലെ 1, 2, 3 വായനകൾ നടക്കും. അപ്പോൾ 1, 2, 3 വായനകൾ രണ്ടാം സഭയിലും നടന്നിട്ട് ആ രണ്ടാം സഭയിലും ബില്ല് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനെ മൊത്തത്തിൽ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ആരുടെ അടുത്തേക്ക് എത്തുകയാണ്? ആ രാഷ്ട്രപതിയിലേക്ക് എത്തുകയാണ്. പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. പിന്നീട് രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത്. പ്രത്യേകം ഓർക്കുക, ഒരു നിയമത്തിന്റെ കരട് മാത്രമായിരുന്നു അത്. ഈ രണ്ട് സഭകളിലൂടെയും കടന്നുപോയി വായനകൾക്കൊക്കെ വിധേയമായി അത് പാസ്സായി രാഷ്ട്രപതിയുടെ മുൻപിലെത്തി. രാഷ്ട്രപതി അത് ഒപ്പുവെക്കുന്ന സമയത്താണ് ആ ബില്ല് ഒരു നിയമമായിട്ട് മാറുന്നത്. ഇനി എന്നാൽ അതേസമയം രണ്ട് സഭകൾക്കിടയിലും ഈ ബില്ലിനെ ചൊല്ലി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാം. രണ്ട് സഭകളെയും കൂടി ചേർത്ത് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാം. ആ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി ആയിരിക്കും. അത്തരത്തിൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി അതിനൊരു അന്തിമമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്ത് വരുമ്പോഴാണ് ആ രണ്ട് സഭകളിലും ഈ ബില്ലിനെ ചൊല്ലി ചില അസംതൃപ്തികൾ, അല്ലെങ്കിൽ ബില്ലിനെ ചൊല്ലി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? പാർലമെന്റിന്റെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാം. അതായത് രണ്ട് സഭകളെയും ചേർത്ത് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാം. അങ്ങനെ വിളിച്ചുകൂട്ടുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. ഈ സംയുക്ത സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. സംയുക്ത സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് തന്നെയാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഓക്കെ, അധ്യക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ ലോക്സഭാ സ്പീക്കർ തന്നെയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെയും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 3 തവണയാണ് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത്, രാഷ്ട്രപതി വിളിച്ചു കൂട്ടിയത്. ഒന്ന് 1961, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. 1961 സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം, അതായത് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അത് ഒരു നിയമം മൂലം നിലവിൽ വന്ന ആ ബില്ല് നിയമമായിട്ട് വന്നത് ഈ പറയുന്ന സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ് 1961. അതൊരു സംയുക്ത സമ്മേളനമായിരുന്നു. അതുപോലെ തന്നെ 1978 ബാങ്കിങ് കമ്മീഷൻ ആക്ട്, റിപ്പൽ എന്ന് പറയുന്ന ആക്ട്, അത് വന്ന സമയത്തും ഈ പറയുന്ന സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ്, രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ് അതും ഒരു നിയമമായിട്ട് മാറിയത്. അതുപോലെ തന്നെ 2002 പോട്ട നിയമം പാസ്സാക്കി. പോട്ട എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നാണ്, POTA, പോട്ട, പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റി. അത് ഒരു നിയമമായിട്ട് പാസ്സായ സമയത്തും ഈ പറയുന്ന 2002 ഈ പറയുന്ന സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ് അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്തത്. അങ്ങനെ 3 തവണയാണ് ഈ പറയുന്ന സംയുക്ത സമ്മേളനം ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടിയത്. 3 തവണയാണ് രാഷ്ട്രപതി ഈ പറയുന്ന സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. എന്നാൽ ഭരണഘടനാ ഭേദഗതികൾ, അതായത് എന്തെങ്കിലും അമെൻമെന്റ് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിൽ ഈ പറയുന്ന രാഷ്ട്രപതിക്ക് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് പറ്റില്ല. അതായത് ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നതിനായിട്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മണി ബില്ല് പാസ്സാക്കുന്നതിനായിട്ടും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പം സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാൻ രാഷ്ട്രപതിക്ക് കഴിയാത്ത ബില്ലുകൾ ഏതൊക്കെയാണ്? മണി ബില്ലിന്മേൽ ഇതുപോലെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിർത്തി രണ്ട് കൂട്ടരിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതിന്റെ പേരിൽ ഈ പറയുന്ന ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് വിളിച്ചു കൂട്ടാനായിട്ട് രാഷ്ട്രപതിക്ക് പറ്റത്തില്ല. നമ്മൾ ഈ മണി ബില്ല് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. കാരണം മണി ബില്ലിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ലോക്സഭയ്ക്കാണ് അധികാരം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തേക്ക് രാജ്യസഭയെ കൂടി വിളിച്ചു ചേർത്ത് ഒരുമിച്ചൊരു ഒരു രീതിയിൽ അഭിപ്രായം സ്വരൂപിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ മണി ബില്ലിന്റെ കേസിലും ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്ന സമയത്തും അത് പാർലമെന്റിന് സംയുക്ത സമ്മേളനത്തിലൂടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാറില്ല. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ബില്ല് നിയമമായിട്ട് മാറുമ്പോൾ എന്തൊക്കെ വരുന്ന ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഈ പറയുന്ന ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചു, അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടു കൂടിയാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത്.
എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ഒരു ബില്ലും എന്തായിട്ട് മാറത്തില്ല, ഒരു നിയമമായിട്ട് മാറുന്നില്ല, അതായത് ഒരു ആക്ട് ആയിട്ട് മാറുന്നില്ല. രാജ്യസഭയും ലോകസഭയും അംഗീകരിച്ചു, പിന്നെ അടുത്ത ടേൺ ആരുടേതാണ്, രാഷ്ട്രപതിയുടെ ഒപ്പാണ്. അപ്പോൾ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഒപ്പുവെക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ബില്ലും നിയമമായിട്ട് മാറില്ല. ഇനി പ്രസിഡന്റിന് ബില്ലിൽ ഒപ്പുവെക്കാതെ താമസിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ താമസിപ്പിക്കുന്നിടത്തോളം ഇത് എന്തായിട്ട് മാറത്തില്ല, ഇത് നിയമമായിട്ട് മാറത്തില്ല. അപ്പോൾ പ്രസിഡന്റിന് ഒന്നുകിൽ ഒപ്പുവെക്കാതെ ഈ ബില്ല് എന്ത് ചെയ്യാം, നിയമമാക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഈ പ്രസിഡന്റിന്റെ ഈ ഒരു അധികാരത്തിന് പറയുന്ന പേരാണ് വീറ്റോ പവർ എന്ന് അറിയപ്പെടുന്നത്. ഇത് പോക്കറ്റ് വീറ്റോ പവർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്രസിഡന്റിന് പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാം എന്താണ്, ബില്ല്. പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തെങ്കിലല്ലേ ആ ബില്ല് എന്തായിട്ട് മാറുള്ളൂ, നിയമമായിട്ട് മാറുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പോക്കറ്റ് വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി വരുന്ന അല്ലെങ്കിൽ അംഗീകരിച്ച് വരുന്ന ബില്ലിനെ നിയമമാക്കണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ഈ ബില്ല് നിയമമാകാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ആ പ്രസിഡന്റിനുള്ള അധികാരത്തെയാണ് വീറ്റോ പവർ അഥവാ പോക്കറ്റ് വീറ്റോ പവർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ധനബില്ലിന്റെ കേസ്. അതുകൂടി ഒന്ന് പറയാം. ധനബില്ല് അഥവാ മണി ബില്ലിന്മേൽ ഒരു കാര്യം തീരുമാനിക്കുന്നത് ലോക്സഭയാണെന്ന് പറഞ്ഞു. അതായത് മണി ബിൽ അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ എന്ത് വേണം, റെക്കമെൻഡേഷൻ വേണം. അതുപോലെ തന്നെ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അതുപോലെ തന്നെ ഒരു മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ കൂടി ആവശ്യമാണ്. ചുമ്മാ കയറി മണി ബിൽ അങ്ങ് അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല, അതായത് ധനബില്ല് അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ധനബില്ലെന്ന് പറയുമ്പോൾ തന്നെ പൊതു ഖജനാവിലേക്കുള്ള സമാഹരണം, അപ്പൊ അതിന് എങ്ങനെ പണം വിനിയോഗിക്കുന്നു, അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ധനബില്ല് അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ് എന്ത് ചെയ്യേണ്ടത്, ധനബില്ല് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ലോക്സഭാ സ്പീക്കറാണ്. ഇനി രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ധനബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ലോക്സഭ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യം കൊടുക്കും. അപ്പോൾ സ്പീക്കർ സാക്ഷ്യപ്പെടുത്തും ഇത് ധനബില്ലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പിന്നീട് അത് രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജ്യസഭയിൽ ഇതിന്റെ ഒരു അവതരണം ഒന്നുമില്ല. പക്ഷെ രാജ്യസഭ എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു രാജ്യസഭയിൽ മണി ബില്ല് എന്ത് ചെയ്യത്തില്ല, അവതരിപ്പിക്കത്തില്ല. പക്ഷെ രാജ്യസഭ എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യസഭ 14 ദിവസങ്ങൾക്കകം രാജ്യസഭ ഇതിന് മേലുള്ള നിർദ്ദേശങ്ങളൊക്കെ അടക്കി ഇത് എന്ത് ചെയ്യുന്നു, തിരിച്ച് ലോക്സഭയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. അങ്ങനെ സ്വീകരിച്ച് പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്, ആ മണി ബില്ല് പാസ്സായിട്ട് മാറുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേ, വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ പൊതു ഖജനാവുണ്ട്, ആ ഖജനാവിൽ എങ്ങനെ ധനം നമുക്ക് കൂട്ടാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെ ആ പണം വിനിയോഗിക്കാം, അതൊക്കെയാണ് ഈ മണി ബില്ലിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ലോക്സഭയിൽ മണി ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വേണം. പിന്നെ ഇത് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അങ്ങനെ ഒരു ധനബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് ലോക്സഭ ആ ബില്ല് പാസ്സാക്കുകയാണ്. അപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ ഇത് ധനബില്ലാണെന്ന് സാക്ഷ്യപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കത്തൊന്നുമില്ല. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം, 14 ദിവസത്തിനകം ഇതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാം, അടങ്ങുന്ന ഒരു രേഖ വീണ്ടും തിരിച്ച് ലോക്സഭയ്ക്ക് അറിയിക്കാം. അതായത് ഇന്ന നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ലോക്സഭയ്ക്ക് അയച്ചു കൊടുക്കാം. പക്ഷെ ലോക്സഭ ഈ നിർദ്ദേശങ്ങൾ, രാജ്യസഭയുടെ ഈ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ നല്ലതാണെന്ന് കരുതി സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് മണി ബിൽ എന്ത് ചെയ്യുന്നത്, നിയമമായിട്ട് പാസ്സാകുന്നത്. അപ്പോൾ വീണ്ടും ആലോചിക്കുക, മണി ബില്ലിന്മേൽ രാജ്യസഭയ്ക്ക് നിർദ്ദേശം നൽകാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് ധനബില്ല് അഥവാ മണി ബില്ല് എന്നറിയപ്പെടുന്നത്. ഇനി ചില വേർഡുകളും ചില കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. പാർലമെന്റിലെ കോറം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോറം എന്ന് പറയുന്ന വേർഡ് എങ്ങനെ പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. അതായത് പാർലമെന്റിലെ സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് ഏറ്റവും കുറച്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് മിനിമം ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, അത് ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും കൂടുമ്പോൾ മിനിമം ഇത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് മാക്സിമം 250 അംഗങ്ങൾ വരാം. അതിനകത്ത് എല്ലാവരും ലോക്സഭ കൂടുമ്പോഴോ അല്ലെങ്കിൽ രാജ്യസഭയിൽ 550 അംഗങ്ങളുണ്ട്. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഈ പറയുന്ന ലോക്സഭയും രാജ്യസഭയും കൂടുന്ന സമയത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മിനിമം ഇത്ര പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും സഭാ നടപടികൾ ആരംഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ എണ്ണത്തെയാണ് കോറം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയുടെ മൊത്തം അംഗങ്ങളുടെ എണ്ണം, അതായത് മാക്സിമം 250 അംഗങ്ങൾ വരെ രാജ്യസഭയിൽ പോകാം. അപ്പോൾ അതുകൊണ്ട് രാജ്യസഭയുടെ കോറം എന്ന് പറയുന്നത് 25 അംഗങ്ങളാണ്. അതായത് ഒരു സഭ, അതായത് രാജ്യസഭ സഭാ നടപടികൾ കൂടണമെങ്കിൽ അല്ലെങ്കിൽ രാജ്യസഭയുടെ നടപടിക്രമം ആരംഭിക്കണമെങ്കിൽ മിനിമം 25 പേരെങ്കിലും സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി.
ഇപ്പോൾ ഒരു ലോക്സഭാ അംഗം അല്ലെങ്കിൽ ഒരു രാജ്യസഭാ അംഗം തുടർച്ചയായിട്ട് 60 സമ്മേളനങ്ങളിൽ അനുവാദമില്ലാതെ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കാതെ വരാതിരിക്കുകയാണ്. അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതുപോലെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചോദ്യോത്തര വേള, അതായത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചോദ്യോത്തര വേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നമുക്ക് മന്ത്രിമാരോടോ സർക്കാരിനോടോ ചോദിക്കാനുള്ള ഒരു ടൈം, ആ ടൈമാണ് ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിലെ ഓരോ സിറ്റിംഗ് നടക്കുമ്പോഴും ഓരോ തവണ കൂടുമ്പോഴും ആദ്യത്തെ 1 മണിക്കൂർ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതായത് പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ ചോദ്യോത്തര വേള നടത്താറുണ്ട്. അതായത് ചോദ്യോത്തര വേളയിലൂടെയാണ് ബാക്കി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അതായത് ഒരു വിഷയത്തിന്മേൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോക്സഭയിലും ഇതേ നടപടിക്രമമുണ്ട്, രാജ്യസഭയിലും ഈ പറയുന്ന ചോദ്യോത്തര വേള കാണപ്പെടുന്നുണ്ട്. അതായത് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള 1 മണിക്കൂർ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ലോക്സഭയിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, രാജ്യസഭയിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ലോക്സഭയിൽ 11 മണി മുതൽ 12 മണി വരെയാണ് ഈ പറയുന്ന ചോദ്യോത്തര വേള കാണപ്പെടുന്നത്. എന്നാൽ രാജ്യസഭയിൽ ചോദ്യോത്തര വേള നിലവിൽ 12 മണി മുതൽ 1 മണി വരെയാണ് ചോദ്യോത്തര വേളയ്ക്കുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യോത്തര വേള സമയത്ത് ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഏതാണോ ചോദ്യം ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് അതിനുള്ള ഉത്തരങ്ങളും എന്ത് ചെയ്യാം? നൽകാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 പറയാം. 3 തരത്തിലാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് സ്റ്റാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അതുപോലെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളുണ്ട്, അങ്ങനെ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ എന്ത് ചെയ്യും? ഉത്തരം നൽകേണ്ടതാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകണം. വാക്കാൽ തന്നെ എന്ത് ചെയ്യണം? ഉത്തരം നൽകണം. അത് പറയണം, ആ ഉത്തരം പറയണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്തായാലും ചോദ്യത്തിന് അപ്പം തന്നെ മറുപടി കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി അവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം 15 ദിവസത്തിന് മുൻപേ ഈ ചോദ്യം എന്ത് ചെയ്തിരിക്കണം? സമർപ്പിച്ചിരിക്കണം. അതായത് അതാത് സഭയിൽ, ഏത് സഭയാണ്, ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ സമർപ്പിച്ചിരിക്കണം, രാജ്യസഭയിലാണ് നമ്മൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ ഈ പറയുന്ന ചോദ്യം സമർപ്പിച്ചിരിക്കണം. ഈ സഭയുടെ സെക്രട്ടറി ജനറൽ ആ ചോദ്യം പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കുകയും ആ മന്ത്രാലയത്തിലേക്ക് കൈമാറുകയും ചെയ്യും. അപ്പം മന്ത്രാലയത്തിന് അറിയാലോ, ആ മന്ത്രിക്കും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അറിയാലോ ഇങ്ങനൊരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യോത്തര വേളയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ കൃത്യമായിട്ടും ഈ പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ സഭയിൽ പങ്കെടുക്കണം എന്നറിയാലോ. അപ്പോൾ പങ്കെടുക്കുകയും ഈ ചോദ്യോത്തര വേളയിൽ ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നമ്മൾ ചുമ്മാ അങ്ങ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ പോരാ. നമുക്ക് ആകെ നീല, അതുപോലെ കറുപ്പ് മഷി അതൊക്കെയല്ലേ അറിയത്തുള്ളൂ. ആ ഇങ്കിട്ടല്ലേ നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറ്. പക്ഷേ ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഏത് സഭയിലാണോ ആ സഭയിൽ കൊടുക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ ആ കൊടുക്കുമ്പോൾ പ്രിന്റ് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കണം പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ആയിട്ട് പ്രിന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഈ പറയുന്ന വകുപ്പ് മന്ത്രിക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാവുകയില്ല. അങ്ങനെ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മറുപടി വാക്കാൽ പറയണം എന്നില്ല, മറുപടി എഴുതിയായിരിക്കും നൽകുക. മിക്കവാറും മറുപടി എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം, ഏകദേശം 200-250 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. അതെല്ലാം എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. അതുപോലെ വെള്ള പേപ്പറിൽ വേണം പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പച്ച പേപ്പറിലായിരിക്കണം ആ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ വെള്ള പേപ്പറിലാണ് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 15 ദിവസത്തിന് മുൻപേ നോട്ടീസ് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് നൽകണം. അപ്പോൾ 15 ദിവസത്തിന് മുൻപേ നോട്ടീസ് പ്രിന്റ് ചെയ്ത് നൽകണം. അതിന് മറുപടി നേരിട്ടല്ല കൊടുക്കുന്നത്, മറുപടി എന്ത് ചെയ്യും? എഴുതിയായിരിക്കും നൽകുന്നത്. ഇനി ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അടിയന്തര പ്രാധാന്യമുള്ള, അതായത് എമർജൻസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായിട്ട്
ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് അടിയന്തര പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ അത് ചോദിച്ചറിയണം, സഭയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ സഭയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വ്യക്തമാക്കണം. അപ്പോൾ അതിനുവേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. അത് 10 ദിവസത്തിന് മുൻപ് നോട്ടീസ് കൊടുത്താൽ മതിയാകും. അത് പിങ്ക് പേപ്പറിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് പേപ്പറിലായിരിക്കും കൊടുക്കുന്നത്. പച്ച പേപ്പറിലാണ് എന്താണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നത്. വെള്ള പേപ്പറിലാണ് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നത്. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് പിങ്ക് പേപ്പറിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇത് മൂന്നും അല്ലാതെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ മന്ത്രിമാരല്ലാത്ത പാർലമെന്റിലെ ഒരു അംഗത്തിന് മറ്റൊരു അംഗത്തോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ആ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി അതുപോലെ തന്നെ ഈ ചോദ്യോത്തരവേള നടക്കുന്നത് സാധാരണഗതിയിൽ ലോക്സഭയോ രാജ്യസഭയോ ഒക്കെ സമ്മേളിക്കുന്ന സമയത്ത് ചോദ്യോത്തരവേള നടക്കാറുണ്ട്, കൃത്യമായിട്ട് നടക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, അതായത് ജോയിന്റ് സിറ്റിംഗ് നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചോദ്യോത്തരവേള ഉണ്ടായിരിക്കാറില്ല. അതായത് ലോക്സഭയും രാജ്യസഭയും സംയുക്തമായിട്ട് സമ്മേളിക്കുന്ന സമയത്ത്, അങ്ങനെ 3 തവണ മാത്രമേ ഇന്ത്യയിൽ സമ്മേളിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെ സമ്മേളിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചോദ്യോത്തരവേള നടക്കാറില്ല. പിന്നെ അതുപോലെ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്, ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ചോദ്യോത്തരവേള എന്ത് ചെയ്യാറില്ല, സാധാരണഗതിയിൽ നടക്കാറില്ല. ഇനി ബഡ്ജറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ബഡ്ജറ്റായിട്ട് തന്നെ പഠിക്കാം. ബഡ്ജറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ബഡ്ജറ്റ് എന്ത് ചെയ്യാം, ധനമന്ത്രി അവതരിപ്പിക്കുന്ന സമയത്ത് ചോദ്യോത്തരവേള മിക്കവാറും കാണാറില്ല എന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് ശൂന്യവേള അഥവാ 0 അവർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ശൂന്യവേള അഥവാ 0 അവർ, അതായത് ചോദ്യോത്തരവേളയ്ക്കും സഭാ നടപടികൾ ആരംഭിക്കുന്നതിനും ഇടയിൽ ഉള്ള ഒരു സമയം, അതായത് ചോദ്യോത്തരവേള കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സമയമാണ് ഈ പറയുന്ന 0 അവർ അഥവാ ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത്. അതായത് പാർലമെന്റ് അംഗങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള പ്രമേയം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന ശൂന്യവേള എന്ന് പറയുന്നത്. ഈ ശൂന്യവേള സാധാരണഗതിയിൽ അങ്ങനെ സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും സാധാരണഗതിയിൽ 12നും 1 മണിക്കും ഇടയിലാണ് ഈ പറയുന്ന ശൂന്യവേള നടക്കുന്നത് എന്നാണ്. ലോക്സഭയിൽ 12നും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് ശൂന്യവേളയായിട്ട് അല്ലെങ്കിൽ 0 അവർ ആയിട്ട് പരിഗണിക്കുന്നത്. കാരണം ലോക്സഭയിൽ ചോദ്യോത്തരവേള 11 മണി തൊട്ട് 12 മണി വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയങ്ങൾ, അതായത് 12 to 1 മണി വരെയുള്ള സമയമാണ് ശൂന്യവേള അഥവാ 0 അവർ ആയിട്ട് പരിഗണിക്കുന്നത്. ഇനി PSC ഒരു ഉത്തരസൂചിക നൽകിയതിൽ ശൂന്യവേളയുടെ ദൈർഘ്യം 30 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ SCRT പറയുന്നത്, SCRT പാഠപുസ്തകത്തിന് പറയുന്നത് ശൂന്യവേളയുടെ ദൈർഘ്യം, അതായത് ആ ഒരു സമയം 5 മുതൽ 15 മിനിറ്റ് വരെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ PSCയിൽ 30 മിനിറ്റ് എന്നാണ് പറയുന്നത്. SCRT പറയുന്നത് 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ഈ പറയുന്ന ശൂന്യവേളയുടെ ദൈർഘ്യം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ രണ്ടും ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ശൂന്യവേള സമയത്ത് നമുക്ക് എന്തെങ്കിലും അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താം. അതുപോലെ തന്നെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കേണ്ട ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ശൂന്യവേള സമയം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ചോദ്യോത്തര വേളയിൽ മുൻകൂട്ടി അനുമതി വാങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ അതിന് ഉത്തരം നൽകേണ്ടതായിട്ടുള്ളൂ. എന്നാൽ അതെല്ലാം കഴിഞ്ഞ്, അതായത് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ കിട്ടുന്ന ശൂന്യവേളയിലാണ് അടിയന്തര പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും പിന്നീടാണ് സഭ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും പിരിയുന്നതും അല്ലെങ്കിൽ സഭ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതും ഉറക്ക സൗണ്ട് ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. അതെല്ലാം ഈ പറയുന്ന 0 അവറിലാണ്, ശൂന്യവേളയിലാണ്. ആ സമയത്താണ് അടിയന്തര പ്രമേയങ്ങളും അടിയന്തരമായിട്ട് ശ്രദ്ധ ക്ഷണിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന ശൂന്യവേള സമയത്താണ്. ഈ ശൂന്യവേള എന്ന് പറയുന്ന ആശയം, അതായത് 0 അവർ എന്ന് പറയുന്ന ആശയം ഇന്ത്യ പാർലമെന്റിന് സംഭാവന ചെയ്തൊരു ആശയമാണ്. അതായത് പാർലമെന്ററി രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണ് ശൂന്യവേള അഥവാ 0 അവർ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണ് 0 അവർ അഥവാ ശൂന്യവേള. നമ്മൾ എവിടുന്നും കടമെടുത്തതല്ല, നമ്മൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സംഭാവന ചെയ്ത ഒരു നടപടിക്രമമാണ് 0 അവർ അഥവാ ശൂന്യവേള എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണിത്. 1962 0 അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയത്. 1962 0 അവർ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നടപടിക്രമങ്ങളിൽ ഒന്നായിട്ട് മാറിയെന്ന് ഓർത്തു വെച്ചേക്കാം. എന്നാൽ പാർലമെന്റിന്റെ നിയമ നടപടിക്രമങ്ങളിൽ ഒന്നും തന്നെ ഈ 0 അവറിനെ പറ്റി പരാമർശിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവർ ഉണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചേക്കാം. അടുത്തൊരു വേർഡ് കൂടി പരിചയപ്പെടാം, ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ആണല്ലോ. ജനാധിപത്യ സമ്പ്രദായം വിശ്വസിക്കുന്നതല്ല, അത് അനുവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ചർച്ചയും സംവാദങ്ങളും എല്ലാം നടക്കാം. അപ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നടത്താം. അപ്പോൾ ഒരു ബില്ല് ഉണ്ടാകുമ്പോൾ ആ ബില്ലിന്മേൽ തീരുമാനം എടുക്കുമ്പോൾ പല ചർച്ചകൾ നടക്കാം. ആ ചർച്ചകൾ ചിലത് അത് ബില്ല് നിയമമായിട്ട് പാസ്സാവാം, ചിലതിന് റിസൾട്ട് ഉണ്ടാകും. ചില ചർച്ചകൾ ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അധ്യക്ഷൻ ഇടപെടാം.
ഓക്കെ, അധ്യക്ഷൻ ഇടപെട്ട് വോട്ടിങ്ങിലേക്ക് കടക്കാം. പിന്നെ ചർച്ച അവസാനിപ്പിക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ് ചർച്ച അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അതായത് ചർച്ചകൾ അവസാനിപ്പിച്ച് വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗില്ലറ്റിൻ. ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അധ്യക്ഷൻ ഇടപെട്ട് ചർച്ചകൾ അവസാനിപ്പിക്കുകയും ചർച്ച അവസാനിപ്പിച്ച് അതിൻ്റെ പേരിൽ വോട്ടിങ്ങിലേക്ക് കടക്കുകയും ചെയ്യാം. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗില്ലറ്റിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട വേർഡ്സുകളാണ്. ഇനി നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരത്തെ പറ്റി കൂടി ഒന്ന് പറയാം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണ്. അപ്പോൾ 2020 ഡിസംബർ 10-ന് പുതിയ പാർലമെന്റ് മന്ദിരം വന്നു. ഏകദേശം വന്നിട്ടിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞുവെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യയിൽ പുതിയ പാർലമെന്റ് മന്ദിരം ത്തിന് തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണ്. നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് തറക്കല്ലിട്ടത്. അതായത് സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഒരു ത്രികോണാകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം ത്രികോണാകൃതിയിലാണ് പണി കഴിപ്പിച്ചത്. 2020 ഡിസംബർ 10-നാണ് അത് തറക്കല്ലിട്ടത്. 2023 മെയ് 28-നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 2020 തറക്കല്ലിട്ടു, 2023 മെയ് 28-ന് നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തു. അപ്പം ഒരു ഇപ്പം 3 വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫാക്റ്റ്. അതായത് നമ്മുടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-ന് നരേന്ദ്രമോദിയാണ്. പുതിയ മന്ദിരത്തിൽ ആദ്യം സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. പുതിയ മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. ഇനി പുതിയ മന്ദിരത്തിലെ ആദ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബില്ല് കൂടി ആലോചിച്ച് വെച്ചിരിക്കാം. 2023 സെപ്റ്റംബർ 19-നാണ് ആദ്യമായിട്ട് പുതിയ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ആദ്യ സമ്മേളനം നടന്നത്. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് അവതരിപ്പിച്ച ആദ്യ ബില്ലെന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം. ഇനി ഇതിൽ തന്നെ നമ്മൾ പറയാതെ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലോക്സഭ, രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ആദ്യത്തേത് ഇപ്പം നിലവിൽ ആരൊക്കെയാണ്, പിന്നെ എത്ര അംഗങ്ങളാണ് ഓരോ രാജ്യത്തു നിന്നും, ഓരോ സംസ്ഥാനത്തു നിന്നും, അതുപോലെ കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങളാണ് ലോക്സഭ, രാജ്യസഭ ഇതിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് എത്ര പേരാണ്, അവരാരൊക്കെയാണ്, മലയാളികൾ ആരൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഈ വ്യക്തിത്വങ്ങളെല്ലാം നമ്മൾ ആദ്യത്തേതാര്, രണ്ടാമത്തേതാര്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഈ ക്ലാസ്സിലൂടെ പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ അതെല്ലാം കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അതിനോടൊപ്പം നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ ബാക്കി പോർഷനുമായിട്ട് കാണാം. താങ്ക്